ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. എല്ലാവർക്കും സുഖമാണോ? ഇവിടെ ഞാനും ഹസ്ബൻഡും സുഖമായിട്ടിരിക്കുന്നു. പണ്ടേ ഉള്ളൊരു പറച്ചിലാണ്, നമ്മുടെ വലത്ത് കൈ കൊടുക്കുന്നത് ഇടത്ത് കൈ അറിയാൻ പാടില്ലെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞെന്നാൽ അതൊന്നും കൊട്ടിയോ ഘോഷിച്ചോണ്ട് നടക്കരുതെന്നാണ് അതിന്റെ സാരം. അതുകൊണ്ട് ഇപ്പൊ ആരെങ്കിലും ഒരു ഡൊണേഷൻ ചോദിക്കുകയോ അല്ലെങ്കിൽ ഒരു സഹായം ചോദിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർ പറയും, ഞാൻ ആവശ്യത്തിനൊക്കെ ഡൊണേഷനൊക്കെ കൊടുക്കുന്നുണ്ട്, ഞാനിപ്പോൾ ആരെ അറിയിച്ചോണ്ടൊന്നും കൊടുക്കുന്നില്ല, അത് ഞാൻ കൊടുക്കുന്നത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറയുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ ആരെയും കുറ്റം പറയാനല്ല, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. ചിലർ കൊടുത്താൽ അത് പറയും, ചിലർ കൊടുക്കുന്നത് അറിയാതെ ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഒരു തെല്ല് വ്യത്യാസമുണ്ട് കേട്ടോ. അത് എൻ്റെ അഭിപ്രായമാണേ, അതിനോട് ആരും യോജിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. കൊടുക്കുന്നയാളിന് ഫെയിം കിട്ടാൻ വേണ്ടി എക്സാജറേറ്റ് ചെയ്യുന്നൊന്നും കാണിക്കേണ്ട യാതൊരു കാര്യവും. എന്നേലും 10 രൂപ കൊടുത്തു കഴിഞ്ഞ് വെച്ച് 100 രൂപയാണെന്ന് പറഞ്ഞ് ഒരു ഫെയിം കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല. അതിനോട് ഞാൻ എതിരാണ്. എന്നാൽ ആളുകളെയൊക്കെ നമ്മൾ സഹായിക്കുമ്പോൾ അത് പബ്ലിക്കിനെയൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ അതിലൊരു തെറ്റില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഫോർ എക്സാമ്പിൾ പറയാം, വയനാട്ടിലെ മുണ്ടന്മല ദുരന്തം എല്ലാവർക്കും അറിയാവില്ല, എല്ലാവരും മറന്നുപോയിട്ടില്ലല്ലോ, ഈയിടെ കഴിഞ്ഞതേ ഉള്ളൂ. അതിനകത്ത് വലിയ നാശനഷ്ടങ്ങൾ വയനാടിന് സംഭവിച്ചു. അപ്പൊ ആ സംഭവിച്ചപ്പോൾ എന്തുമാത്രം ആൾക്കാരാണ് മുന്നോട്ട് വന്ന്, എത്ര TV ചാനലുകൾ വന്ന് പറഞ്ഞു, ഞങ്ങൾ 100 വീട് ഉണ്ടാക്കി കൊടുക്കാം, ഞങ്ങൾ 200 വീട് ഉണ്ടാക്കി കൊടുക്കാം, ഞങ്ങൾ ഇത്രയും സ്ഥലം കൊടുക്കാം, 10 ലക്ഷം രൂപ കൊടുക്കാം, 5 ലക്ഷം രൂപ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് എന്തുമാത്രം പേര് മുന്നോട്ട് വന്നു. അതെല്ലാം ന്യൂസിലൂടെ പറയുകയും ചെയ്തില്ലേ. അങ്ങനെ ചെയ്തത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമുക്കറിയാം എന്തിനാ ഇവരൊക്കെ ഇങ്ങനെ പറയേണ്ട കാര്യം. ഇവരൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പോയി അങ്ങ് കൊടുത്താൽ പോരെ. എന്തിനാ ഈ TV-ക്കകത്തെല്ലാം ഇതുപോലെ ആ സമയത്ത് മുഴുവനും എത്ര പ്രാവശ്യം, ഒരു പ്രാവശ്യം ഒന്നുമല്ല പറയുന്നു, ഒരുപാട് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, അങ്ങനെ ഇത് ന്യൂസിൽ കൂടി എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ 5 വയസ്സുള്ള ഒരു കുട്ടി ചെയ്തത്, ആ കുട്ടിക്ക് ഏതോ ടോയ് വാങ്ങിക്കാൻ വേണ്ടി അത് ഉണ്ടിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പൈസ അത് പൊട്ടിച്ചിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ സഹായ നിധിയിലേക്ക് ഞാൻ ആ പൈസ കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആ കൊച്ച് പറഞ്ഞു. ആ കൊച്ച് പറഞ്ഞതിനെയും TV-യിൽ പബ്ലിഷ് ചെയ്തു. മനസ്സിലായോ? കാരണം ആ കൊച്ചിന് അങ്ങനെ ഒരു മനസ്സുണ്ടാകാനായിട്ട് എന്താണ് കാരണം? അതിങ്ങനെ TV-യിലെല്ലാം കണ്ടു, ഇങ്ങനെ ആളുകൾ ഇങ്ങനത്തെ ദുരിതം അനുഭവിച്ചു, ആളുകൾ ശരിക്കും വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കണമല്ലോ, എനിക്കും സഹായിക്കണം, എനിക്കും അതിനകത്തൊരു പാർട്ടാകണം എന്നുള്ള വിചാരത്തിലാണ് ആ കൊച്ച് തന്റെ ഉണ്ടി, തനിക്കാണ്ട് ടോയ് മേടിക്കാനായിട്ടോ എങ്ങാണ്ട് ടൂറ് പോകാനായിട്ടോ എങ്ങാണ്ട് സൂക്ഷിച്ചു വെച്ചതാണ്, അതുകൊണ്ട് കൊടുത്തത്. അത് TV പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. എത്ര പേർക്ക് അത് പ്രചോദനം നൽകിയെന്നറിയാമോ? അപ്പൊ ഈ കുട്ടിക്കും അല്ലെ മറ്റുള്ളവർക്കും ഒക്കെ ഒന്ന് സഹായിക്കണമെന്ന് തോന്നിയത് ഇവരിങ്ങനെ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ടാണ്. ഞാൻ പറയാല്, എന്തുമാത്രം പേർക്ക് എന്തോരം കാശെല്ലാം ഉണ്ട്, അവർക്ക് ചെയ്യണമെന്നും ഉണ്ടായിരിക്കാം, പക്ഷെ എങ്ങനെ ചെയ്യണമെന്നറിയാൻ മേല, എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ ഇരിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ഇങ്ങനെയൊക്കെ ആളുകളെ സഹായിക്കുന്നെന്ന് പറയുമ്പോൾ അവർക്ക് സഹായിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം അല്ലെ ഒരു പ്രോത്സാഹനം അല്ലെ ഒരു മോട്ടിവേഷൻ അവർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ കുട്ടി അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അത് അന്ന് പറയുകയും ചെയ്തു. അതെന്താ മോക്ക് ഇങ്ങനെ തോന്നാനായിട്ട് കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല ഒരുപാട് പേരൊക്കെ കൊടുക്കുന്നത് കണ്ടു, എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേക്കാണ് പുള്ളിക്കാരെ അണ്ണാർക്കണ്ണനും തന്നാലായതെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ചെയ്തു. സപ്പോസ് ഇതൊന്നും TV-യിലൊന്നും കാണിക്കാതെ അങ്ങ് ഇരുന്നിരുന്നെങ്കിലുണ്ടല്ലോ, ഈ കിട്ടിയതിന്റെ 4-1 ഡൊണേഷൻ പോലും അവർക്ക് കിട്ടത്തില്ലായിരുന്നു ഇല്ലേ. അപ്പോൾ ഇങ്ങനെ ആളുകൾ വലത് കൈ അറിയുന്നത് ഇടത് കൈയും കൂടെ ഇച്ചിരി ഒന്ന് അറിഞ്ഞുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മള് ഒരു ഫെയിമിന് വേണ്ടി അങ്ങനെ കാണിക്കരുതെന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചെയ്യുന്ന സഹായങ്ങളോ ഒക്കെ മറ്റുള്ളവർ അറിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. അവരൊക്കെ അറിയണം നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യുന്നു പറയുമ്പോൾ അത് കണ്ടിട്ട് കൂടുതൽ ആൾക്കാർ ഇതുപോലെ ഡൊണേറ്റ് ചെയ്യാനായിട്ടും ആ മറ്റുള്ളവരെ സഹായിക്കാനായിട്ടും മുന്നോട്ട് വരും. അതല്ലേ നമുക്ക് വേണ്ടിയത്. കാരണം നമ്മുടെ നാട്ടിൽ എന്തുമാത്രം പേര് ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഒന്നും സഹായിക്കാൻ പറ്റത്തില്ല കേട്ടോ, ഉള്ള കാര്യം പറയുകയാണ്. ഒരുപാട് പേരുണ്ട് സഹായിക്കേണ്ടി വരും, പക്ഷെ എല്ലാവരെയും ഒന്നും പറ്റത്തില്ല. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യാം. എങ്കിലും നമ്മൾക്കൊന്ന് കൊടുക്കണമെന്നുള്ള ഒരു മനസ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ ആളുകൾ അറിഞ്ഞിരുന്നാൽ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ആക്ഷൻ മറ്റുള്ളവരെ കൂടെ അങ്ങനെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സഹായിക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. ഇനി ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇത് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളെ മഴവിൽ മനോരമയിൽ വരുന്ന സുതിമോളുടെ ആ സിറ്റുവേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയത്തെ പിടിച്ചു ഒലച്ചു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ
ആ കുട്ടിയുടെ വീട്ടിൽ പോയതും ഒരു ചെറിയ സഹായം ചെയ്തതും എല്ലാം അതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ഞാനും സുതിമോളുമായിട്ടുള്ള ആ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്റെ ഫ്രണ്ട്സിലെ 3 പേരാണ് എന്നോട് ഫോൺ വിളിച്ച് ചോദിച്ചു, അലിസേ ആ സുതിമോളുടെ ഫോൺ നമ്പർ ഒന്ന് തരാവോ എന്ന്. എനിക്കറിയാം അവർ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് വിളിച്ചത്, അല്ലെങ്കിൽ പിന്നെ സുതിമോളുടെ ഫോൺ നമ്പർ ചോദിക്കേണ്ട ആവശ്യമില്ല. എത്ര കാശാണ് കൊടുത്തതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല. അവരെന്നോട് ചോദിച്ചു, അഡ്രസ്സ് ചോദിച്ചു, ഞാൻ കൊടുത്തു. അപ്പൊ സുതിമോൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനായിരിക്കും അവര് ഫോൺ നമ്പർ ചോദിച്ചതെന്നാണ് എന്റെ ഊഹം. ഞാൻ സത്യം പറയട്ടെ, ഞാൻ ചോദിച്ചില്ല എന്തിനായത്, അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ലായിരുന്നു കേട്ടോ. അങ്ങോട്ട് ഞാൻ ചോദിച്ചില്ല. എന്തെങ്കിലും സഹായം ചെയ്തോ എത്ര കൊടുത്തോ ഒന്നും ഞാൻ ചോദിച്ചില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എന്തു കൊടുക്കണം അവരുടെ കഴിവ് പോലെ കൊടുക്കട്ടെ. പക്ഷെ എന്റെ ആ ആക്ഷൻ കൊണ്ട് ഞാൻ അതിന്റെ ഒരു വീഡിയോ ഉണ്ടാക്കി ഇട്ടത് കൊണ്ട് 3 പേര് എന്നോട് ചോദിച്ചു കേട്ടോ. തന്നെ കുട്ടിയുടെ ഫോൺ നമ്പർ ചോദിച്ചാൽ ഒരാളെങ്കിലും സഹായിക്കാതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 3 പേര് സഹായിച്ചു കാണും. അവരറിഞ്ഞും വേറെയും സഹായിച്ചിരിക്കാൻ ഇടയുണ്ട്. ഞാൻ തിരക്കിയില്ല കേട്ടോ. കാരണം നമ്മൾ അങ്ങനെ അറിയേണ്ട കാര്യമില്ല. അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ളതാണ്. നമുക്ക് എന്ത് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ എന്റെ ആ ആക്ഷൻ മറ്റുള്ളവർക്കും ആ കുട്ടിയെ സഹായിക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്തല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ചെയ്യുന്ന ചാരിറ്റി പ്രവൃത്തികളൊക്കെ മറ്റുള്ളവർ അറിഞ്ഞാലൊന്നും വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. അറിഞ്ഞോട്ടെ. അപ്പൊ അവരങ്ങനെ ചെയ്യുന്നത് കണ്ടോണ്ട് ചിലർക്കൊണ്ടിരുത്, അയ്യോ അവൾ അത്രയും കൊടുത്തു, എന്നാൽ ഞാൻ അതിനേക്കാളും ഒരു 10 രൂപ കൂടുതൽ കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട്. നല്ല കാര്യം, ആ കുട്ടിക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത്രയും സഹായം കിട്ടിയില്ലേ എന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഞാൻ അവിടെ ചെറുതാവുന്നോ ഒന്നുമില്ല, അല്ലെ അവർ വലുതായി പോവില്ലോ എന്നും ഞാൻ ഓർക്കുന്നില്ല. ശരിയാണ്, കൂടുതൽ കൊടുക്കുന്നവരോട് കൂടുതൽ ഇഷ്ടം തോന്നട്ടെ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ചെയ്യാൻ പറ്റുന്നതേ ഞാൻ ചെയ്യത്തുള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞോണ്ട് തന്നെ ഒരുപാട് പേർക്ക് അറിയാൻ മേല ആരെ സഹായിക്കണം, എങ്ങനെ സഹായിക്കണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരു മാതൃക കാണിച്ചെന്നാൽ മറ്റുള്ളവർക്കും അത് എങ്ങനെ ചെയ്യണമെന്ന് തോന്നിയിട്ട് അവർ സഹായിക്കും. കാരണം ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇഷ്ടം പോലെ കാശുണ്ട്, അവർക്കത് എങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ മേലാതെ കഷ്ടപ്പെടുന്നവരെയൊക്കെ എനിക്കറിയാം. ഇനിയിപ്പോൾ ചിലർക്കൊക്കെ ഉണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ആരും അറിയാതെ ചെയ്യണമെന്നുള്ളതാണ് ഇഷ്ടമെങ്കിൽ, ഒരു പ്രശ്നവുമില്ല കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക, നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക, അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. ആരും അറിയണ്ടെന്ന് പറഞ്ഞാൽ ആരും അറിയണ്ട. കാരണം ജനങ്ങളൊക്കെ പലവിധമാണല്ലോ, ഓരോരുത്തർക്കും അവരവരുടേതായ കാഴ്ചപ്പാടും പ്രവർത്തന ശൈലികളും ഒക്കെ ഉണ്ട്. അത് അതുപോലെ ചെയ്താൽ മതി. എങ്ങനെയാണെങ്കിലും ചാരിറ്റി അല്ലെ മറ്റുള്ളവരെ സഹായിക്കുന്നത് എന്നത് നല്ല ഒരു പ്രവൃത്തിയാണ്. അതിന് കഴിവുള്ളവരും ചെയ്യണം. നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമ്പോഴാണ് ആരെങ്കിലും നമ്മൾക്ക് തരുന്നതിനേക്കാളും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും ഗീവ് ജനറസ്ലി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു സംഭവം കൂടെ പറഞ്ഞോട്ട് കേട്ടോ. ഞങ്ങൾ സൗദിയിലായിരുന്നപ്പോൾ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് ഫുഡ് തരും, നല്ല ഫുഡാണ്, 1-ാം തരം ബസുമതി റൈസ്, നല്ല വാസനയുള്ള ബസുമതി റൈസും മീനും ചിക്കനും ബീഫും ഒക്കെ കിട്ടും. എൻ്റെ ഫ്രണ്ട് തുളസി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഞങ്ങൾക്കെല്ലാം ഇഷ്ടം പോലെ ഫുഡാണ് കിട്ടുന്നത് കേട്ടോ. മീനൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ തിലോപ്പിയയുടെ വലിയൊരു മീനൊക്കെ വറുത്തിഞ്ഞ് തരുവാണ്. നമുക്കത് ആ മീൻ മാത്രം കഴിച്ചത് നമുക്ക് വയറ് നിറയും. തുളസി എന്നാ എടുക്കുമെന്ന് അറിയാമോ? അവളൊരു പ്ലാസ്റ്റിക് ബാഗ്, നമുക്കവിടെ ഇപ്പം ഫുഡ് ഉണ്ടെങ്കിൽ മിച്ചമുണ്ട്, നമുക്ക് മീനൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങളൊക്കെ ചിലപ്പോൾ അതിന് കുറച്ചുകൂടെ മുളകും ഒക്കെ ഇട്ട് ഒന്നുകൂടി ഒന്ന് കറി വെക്കുകയോ ഒക്കെ ചെയ്യും. അപ്പൊ അതിന് പ്ലാസ്റ്റിക് കൂട് നമുക്ക് തരും. അവിടെ ഇവള് പ്ലാസ്റ്റിക് കൂട് എടുത്തേച്ച് ആ ഞങ്ങളുടെ മേശപ്പുറത്ത് എല്ലാരോടും പറയടി ചോറിട്, ഇട്, നീ അത്രയും തിന്നണ്ട, അത്ര ഇട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ കയ്യിൽ നിന്ന് ഒരു 2 പാക്കറ്റ് ചോറെങ്കിലും നടന്ന് കളക്ട് ചെയ്യും. അത് കഴിഞ്ഞ് വെച്ച് മീനോ ചിക്കനോ ഒക്കെ ആയിരിക്കുമ്പോൾ അതും പറയും, എടി നമുക്ക് 2 പേർ കൂടെ ഒരു മീൻ കൂട്ടാവടി, ഈ ഒരു മീൻ ഞാൻ എടുത്ത് വെക്കുവാന്നും പറഞ്ഞാൽ അത് എടുത്ത് വെക്കും. എന്തിനാണെന്നറിയാമോ? അവിടുത്തെ കോൺട്രാക്ട് വർക്കേഴ്സ് ഉണ്ട്, ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ വരുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അത് കോൺട്രാക്ട് വർക്കേഴ്സാണ്. അവർക്കൊന്നും ചാപ്പാടിനൊന്നും കിട്ടത്തില്ല. അപ്പൊ ഈ ചോറും കറിയും എല്ലാം കൊണ്ടിട്ട് അവർ കൊടുക്കുന്നത്. കാരണം അവരുടെ സാലറിയും വളരെ തുച്ഛമാണ്. അത് കണ്ടപ്പോഴേത്തിനുണ്ടല്ലോ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയെന്നുള്ളതാണ്. അപ്പൊ അവളിങ്ങനെ പറയുന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അവിടെ ഇരിക്കുന്ന റോയിലുള്ള മുഴുവൻ പേരും കുറേശ്ശെ ചോറ് ഈ കൂടിനകത്തോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. നമ്മൾ മീനോ ഒക്കെയാണെന്ന് പറയാൻ നമ്മൾ കുറച്ചെടുത്തിട്ട് കുറച്ച് അവർക്ക് വേണ്ടി വെക്കും. അപ്പോൾ അവർക്ക് സുഭിക്ഷമായിട്ട് കഴിക്കാൻ പറ്റുമായിരുന്നു. ഇത് കെട്ടി കൊണ്ടുപോയി അവർക്ക് കൊണ്ട് കൊടുക്കും. അതൊക്കെയാണ് ചാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതങ്ങനെ കണ്ടപ്പോഴത്തേനും നമുക്ക് എല്ലാവർക്കും അവിടെയുള്ളവരെല്ലാവരും കൊടുക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ നേഴ്സസും ഇഷ്ടംപോലെ മലയാളികൾ ഉണ്ടായിരുന്നു, അവരെല്ലാവരും കൊടുക്കുമായിരുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആളുകൾ അറിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. അത് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ be generous, give plenty, you will be so happy.